ഹലോ ഓൾ ഓഫ് യു. ഫൈനൽ അക്കൗണ്ട്സ് പഠിക്കുന്ന സമയത്ത് ഈ ബാഡ് ഡെപ്റ്റും പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെപ്റ്റും പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെപ്റ്റേഴ്സും ഒട്ടുമിക്ക കുട്ടികളും കുറച്ച് മിസ്റ്റേക്സ് വരുത്തിയാണ് ചെയ്യാറ്. അപ്പോൾ അത് തന്നെ ഇന്ന് ടോപ്പിക് ആയിട്ട് സെലക്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ബാഡ് ഡെപ്റ്റ്, പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെപ്റ്റ്, പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെപ്റ്റേഴ്സിന്റെ ഒരു പ്രോബ്ലം ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഏതൊരു ചാപ്റ്ററിനും അതിൻ്റെതായിട്ടുള്ള ഒരു സർവൈവിംഗ് ലൈൻ ഉണ്ട്. ഇപ്പൊ ഫൈനൽ അക്കൗണ്ട്സിന്റെ സർവൈവിംഗ് ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ഒന്നുമില്ല. ട്രയൽ ബാലൻസിന്റെ ഉള്ളിൽ വരുന്നത് ഒരു സ്ഥലത്തെ കാണിക്കാൻ പാടുള്ളൂ. ഒന്നില്ലെങ്കിൽ ട്രേഡിംഗ് അക്കൗണ്ട്, അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, അതും അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റ്. പക്ഷെ ട്രയൽ ബാലൻസിന്റെ പുറത്ത് അഡീഷണൽ ഇൻഫർമേഷൻ ആയിട്ട് വരുന്നതെല്ലാം മിനിമം രണ്ട് സ്ഥലത്ത് കാണിക്കണം. ഈതർ ട്രേഡിംഗ് ആൻഡ് ബാലൻസ് ഷീറ്റ് ഓർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്. അപ്പോ ഈ ട്രയൽ ബാലൻസിന്റെ പുറത്ത് വരുന്നതെല്ലാം ബാലൻസ് ഷീറ്റിൽ വരും എന്നുള്ളത് കമ്പൽസറി ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്റർ പഠിക്കുമ്പോൾ മൈൻഡിൽ വെക്കേണ്ടത്. ഓക്കെ, ഇത് കൂടാതെ ഈ ബാഡ് ഡെപ്റ്റും പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെപ്റ്റും പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെപ്റ്റേഴ്സ് ഒക്കെ പഠിക്കാൻ നമുക്കൊരു 4 സ്റ്റെപ്പ് സ്ട്രാറ്റജി ഉണ്ട്. 4 സ്റ്റെപ്പ് ഉണ്ട്. ആ 4 സ്റ്റെപ്പ് വൃത്തിക്ക് പഠിച്ചു കഴിഞ്ഞാൽ എളുപ്പമായിട്ട് ഇത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതെന്താന്ന് ആദ്യം നോക്കിയിട്ട് നമുക്ക് ഈ പ്രോബ്ലത്തിലോട്ട് വരാം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ക്രെഡിറ്റ്. ഒരു സ്മാർട്ട് ആയിട്ടുള്ള കുട്ടി എപ്പോഴും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ് ഷീറ്റ് ഒരുമിച്ച് തന്നെ ചെയ്യും. P&L അക്കൗണ്ട് എഴുതുമ്പോൾ തന്നെ കയ്യോടെ ബാലൻസ് ഷീറ്റും വർക്ക്ഔട്ട് ചെയ്താലേ ടൈമും നമുക്ക് സേവ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. തുടങ്ങുമ്പോൾ നമ്മൾ ഓൾഡ് ബാഡ് ഡെപ്റ്റ് വെച്ച് തുടങ്ങണം. ഈ ഓൾഡ് ബാഡ് ഡെപ്റ്റ് എവിടെ നിന്നാ കിട്ടുക? ട്രയൽ ബാലൻസിന്റെ ഉള്ളിൽ നിന്ന്. ട്രയൽ ബാലൻസിന്റെ ഉള്ളിൽ നിന്നും നമുക്ക് കിട്ടുന്നതാണ് ഓൾഡ് ബാഡ് ഡെപ്റ്റ്. പഴയ ബാഡ് ഡെപ്റ്റ് ഇത് ഓൾറെഡി അഡ്ജസ്റ്റഡ് ആണ്, അതുകൊണ്ട് ഒരു സ്ഥലത്ത് കാണിച്ചാൽ മതി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡ്. ഇതിന്റെ കൂടെ നമ്മൾ ആഡ് ചെയ്യേണ്ടത് ന്യൂ ബാഡ് ഡെപ്റ്റ്, പുതിയ ബാഡ് ഡെപ്റ്റ് ആഡ് ചെയ്യണം. ഇനി ഈ പുതിയ ബാഡ് ഡെപ്റ്റ് എവിടെ നിന്നാ കിട്ടുക? ട്രയൽ ബാലൻസിന്റെ പുറത്ത് അഡീഷണൽ ഇൻഫർമേഷൻ ആയിട്ട് കിട്ടും. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നമ്മൾ എന്താണോ ആഡ് ചെയ്യണത് അതേ സംഭവത്തിന്റെ ബാലൻസ് ഷീറ്റിൽ മൈനസ് ചെയ്യണം. എങ്ങനെ? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നമ്മൾ എന്താണോ ആഡ് ചെയ്യണത് അതിനെ ബാലൻസ് ഷീറ്റിൽ മൈനസ് ചെയ്യണം. എന്ന് വെച്ചിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ മൈനസ് ചെയ്യണതിനെ നമ്മൾ എടുത്ത് ബാലൻസ് ഷീറ്റിൽ ആഡ് ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ല. ഓക്കെ, സോ ബാലൻസ് ഷീറ്റിൽ നമ്മൾ സൺട്രി ഡെപ്റ്റേഴ്സ് കാണിക്കും, സൺട്രി ഡെപ്റ്റർ കാണിക്കും. അതിന്ന് നമ്മൾ മൈനസ് ചെയ്യേണ്ടത്, നമ്മൾ എന്താ ഇവിടെ ആഡ് ചെയ്തത്? പുതിയ ബാഡ് ഡെപ്റ്റ് അല്ലേ ആഡ് ചെയ്തത്? ആ പുതിയ ബാഡ് ഡെപ്റ്റിനെ നമ്മൾ എന്ത് ചെയ്യണം? ബാലൻസ് ഷീറ്റിൽ മൈനസ് ചെയ്യണം. പുതിയ ബാഡ് ഡെപ്റ്റിനെ ബാലൻസ് ഷീറ്റിൽ മൈനസ് ചെയ്യണം. അപ്പൊ നമുക്കൊരു ഫിഗർ കിട്ടും ബാലൻസ് ഷീറ്റിൽ. ഇപ്പത്തെ പ്രസന്റ് വാല്യൂ ഓഫ് ഡെപ്റ്റർ. യെസ്, ഈ പ്രസന്റ് വാല്യൂ ഓഫ് ഡെപ്റ്റർ എന്നാണ് നമ്മൾ പ്രൊവിഷൻ കാണേണ്ടത്. എന്ന് വെച്ചാൽ പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെപ്റ്റ് നിങ്ങളോട് 5%, 10%, 15%, 20%, വാട്ട് എവർ ഇറ്റ് മൈറ്റ് ബി, ഇങ്ങനെ പെർസെന്റേജ് തരുമല്ലോ. ഈ പെർസെന്റേജ് നമ്മൾ കാണേണ്ടത് ഇപ്പത്തെ ഡെപ്റ്ററുടെ വില എത്രയാണോ, ഇപ്പത്തെ ഡെപ്റ്ററുടെ വിലയെന്ന് വേണം നമ്മൾ എന്ത് കണ്ടുപിടിക്കാൻ? പ്രൊവിഷൻ കണ്ടുപിടിക്കാൻ. അപ്പൊ ഇപ്പത്തെ ഡെപ്റ്ററുടെ വിലയാണ് ഈ സംഭവം വന്ന് നിൽക്കുന്നത്. അത് എന്തോ ആയിക്കോട്ടെ, 30,000, 20,000, എത്ര വേണമെങ്കിൽ ആവാം. അതിൽ നിന്നുമാണ് നമ്മൾ പ്രൊവിഷൻ കാണേണ്ടത്. എന്നിട്ട് ആ കണ്ടുപിടിച്ച പ്രൊവിഷനെ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ആഡ് ചെയ്യും. ആഡ് ന്യൂ പ്രൊവിഷൻ, ആഡ് ന്യൂ പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെപ്റ്റ്, ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെപ്റ്റ് ആഡ് ചെയ്യും. ഞാൻ എന്താ നിങ്ങളോട് പറഞ്ഞത്? നമ്മൾ എന്താണോ P&L ആഡ് ചെയ്യുന്നത് അതിനെ ബാലൻസ് ഷീറ്റിൽ മൈനസ് ചെയ്യും എന്നല്ലേ പറഞ്ഞത്? അപ്പൊ ലെസ് പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെപ്റ്റ് മൈനസ് ചെയ്യുമ്പോ നമുക്ക് ഡെപ്റ്ററുടെ വാല്യൂ പിന്നെയും കുറഞ്ഞിട്ട് ഇപ്പൊ ഒരു പ്രസന്റ് വാല്യൂയിൽ വന്ന് നിൽക്കും. ഇനി എന്തെങ്കിലും പ്രൊവിഷൻ കണ്ടുപിടിക്കാൻ ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെപ്റ്റർ ഒക്കെ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഇപ്പത്തെ ഡെപ്റ്ററുടെ വില എത്രയാണോ അതിന്ന് വേണം നമ്മൾ കണ്ടുപിടിക്കാൻ. പിന്നെ P&L കഴിഞ്ഞിട്ടില്ല, ഇനി ഓൾഡ് പ്രൊവിഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഓൾഡ് പ്രൊവിഷൻ എവിടെ നിന്നാ കിട്ടുക? ട്രയൽ ബാലൻസിന്റെ ഉള്ളിൽ നിന്ന്. ചുരുക്കം പറഞ്ഞാൽ ട്രയൽ ബാലൻസിന്റെ ഉള്ളിലുള്ളതൊക്കെ ഓൾഡും ട്രയൽ ബാലൻസിന്റെ പുറത്ത് വരുന്നതൊക്കെ ന്യൂ ആണ്. ഓക്കെ, അപ്പൊ ട്രയൽ ബാലൻസിന്റെ ഉള്ളിൽ വരുന്ന ഓൾഡ് ആയിട്ടുള്ള കാര്യത്തിന് നമ്മൾ എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. ലെസ് ഓൾഡ് പ്രൊവിഷൻ. നമ്മൾ പൊതുവെ പർച്ചേസ് റിട്ടേൺ മൈനസ് ചെയ്ത് കാണിക്കാറുണ്ടല്ലോ അല്ലെ? എങ്ങാനും പർച്ചേസ് റിട്ടേൺ നമ്മൾ കുറയ്ക്കാൻ വിട്ടുപോയാൽ ആ പർച്ചേസ് റിട്ടേൺ നമുക്ക് എവിടെയും കാണിക്കാം, ക്രെഡിറ്റ് സൈഡും കാണിക്കാമല്ലോ. അതേപോലെ ഓൾഡ് പ്രൊവിഷൻ ഒന്നില്ലെങ്കിൽ ഇവിടെ തന്നെ മൈനസ് ചെയ്യുക, അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡ് വെറുതെ പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെപ്റ്റ് എന്ന് എഴുതിയാലും ഒരു തെറ്റുമില്ല, ആൻസർ കറക്റ്റ് ആയിരിക്കും. അത്രേ ഉള്ളൂ. അപ്പോ എന്താണ് 4 സ്റ്റെപ്പ് സ്ട്രാറ്റജി? ഓൾഡ് ബാഡ് ഡെപ്റ്റ്, ആഡ് ന്യൂ ബാഡ് ഡെപ്റ്റ്, ആഡ് ന്യൂ പ്രൊവിഷൻ, ലെസ് ഓൾഡ് പ്രൊവിഷൻ. വൺസ് അഗൈൻ, ഓൾഡ് ബാഡ് ഡെപ്റ്റ്, ആഡ് ന്യൂ ബാഡ് ഡെപ്റ്റ്, ആഡ് ന്യൂ പ്രൊവിഷൻ, ലെസ് ഓൾഡ് പ്രൊവിഷൻ. ഇതാണ് നമ്മുടെ 4 സ്റ്റെപ്പ് സ്ട്രാറ്റജി. ഓക്കെ, നമ്മൾ P&L എന്താണോ ആഡ് ചെയ്യുന്നത്
അതിന്റെ ബാലൻസ് ഷീറ്റിൽ നമ്മൾ എന്ത് ചെയ്യണം, ലെസ് ചെയ്ത് കാണിക്കണം. ഇത്രയും കാര്യങ്ങൾ നമ്മൾ മറക്കരുത്. ഇനി നമുക്ക് നേരെ പ്രോബ്ലം ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കിയാലോ? അപ്പൊ കുറച്ചും കൂടി ക്ലാരിറ്റി നമുക്ക് കിട്ടും. നോക്കിക്കോളൂ, നിങ്ങളുടെ മുമ്പിൽ ഒരു ട്രയൽ ബാലൻസിന്റെ എക്സ്ട്രാക്ട് ആണുള്ളത്. വേണ്ട ഇൻഫർമേഷൻ മാത്രമേ ഉള്ളൂ. ഇത് ടാലി ആയിട്ടുള്ള ട്രയൽ ബാലൻസ് അല്ല. ആദ്യം തന്നെ ഡെപ്റ്റർ ഉണ്ട് 25 ലാക്ക്. ഈ 25 ലക്ഷത്തിന് ഞാനൊരു കാര്യം ചെയ്യാം, ബാലൻസ് ഷീറ്റില് എന്ത് ചെയ്യും, സൺട്രി ഡെപ്റ്റർ എന്ന് പറഞ്ഞിട്ട് എത്രയുണ്ടായിരുന്നു, 25 ലാക്ക്, 25 ലക്ഷം എന്ന് പറഞ്ഞിട്ട് ഞാൻ എഴുതി. അസറ്റ് സൈഡ് കേട്ടോ. കൈയോടെ ഞാൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും വരയ്ക്കണം. ഡെബിറ്റ് ക്രെഡിറ്റ്, P&L അക്കൗണ്ട് ഡെബിറ്റ് സൈഡ് മാത്രം എഴുതിയാൽ മതി, ക്രെഡിറ്റ് സൈഡ് എഴുതാൻ ഒന്നുമില്ല. ഓൾഡ് പ്രൊവിഷൻ വേണമെങ്കിൽ അവിടെ ഇടാം, നിങ്ങളുടെ ഇഷ്ടം. ഇനി അത് കഴിഞ്ഞിട്ട് ഇതെന്താ, ബാഡ് ഡെപ്റ്റ്. ട്രയൽ ബാലൻസിന്റെ ഉള്ളിലുള്ള ബാഡ് ഡെപ്റ്റ് ആണ്. ഈ ട്രയൽ ബാലൻസിന്റെ ഉള്ളിലുള്ള ബാഡ് ഡെപ്റ്റ് എന്ന് പറയുന്നത് ഓൾഡ് ബാഡ് ഡെപ്റ്റ് ആണ്. ഓൾഡ് ബാഡ് ഡെപ്റ്റ് നമ്മൾ ഒരു സ്ഥലത്തേ കാണിക്കാൻ പാടുള്ളൂ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡ്. അപ്പൊ ബാഡ് ഡെപ്റ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുതി വെക്കും. ബാഡ് ഡെപ്റ്റ് ഉള്ളിൽ എഴുതിയാൽ മതി. എത്ര എമൗണ്ട് വരുന്നത്, 1,80,000, 1,80,000 രൂപ നമ്മൾ എഴുതി വെക്കും. ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ ടു യു. ഇനി അടുത്തത് ഇതെന്താ, പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ്. ഇതും ട്രയൽ ബാലൻസിന്റെ ഉള്ളിലല്ലേ, ഇത് ഓൾഡ് പ്രൊവിഷൻ അല്ലേ. ഞാൻ എന്താ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്, ഓൾഡ് പ്രൊവിഷനെ നമ്മൾ മൈനസ് ചെയ്യണം ഡെബിറ്റിൽ കാണിക്കുകയാണെങ്കിൽ. ഇനി അല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പ്രൊവിഷൻ എന്ത് ചെയ്യാം, ക്രെഡിറ്റ് സൈഡും കാണിക്കാം. അത് നിങ്ങളുടെ ഇഷ്ടം. ഓക്കെ, എങ്ങനെ ചെയ്താലും കുഴപ്പമില്ല. ഇനി നേരെ അഡ്ജസ്റ്റ്മെന്റ്സിലോട്ട് വരാം. അഡീഷണൽ ഇൻഫർമേഷനിൽ വരുന്നതെല്ലാം മിനിമം 2 സ്ഥലത്ത് കാണിക്കണം. നമ്പർ 1, അഡീഷണൽ ബാഡ് ഡെപ്റ്റ് 1,20,000. അപ്പൊ ഓൾഡ് ബാഡ് ഡെപ്റ്റ്, ആഡ് ന്യൂ ബാഡ് ഡെപ്റ്റ്. ഓക്കെ, add new bad debt, പുതിയ ബാഡ് ഡെപ്റ്റ് എത്രയുണ്ട് നമുക്ക്, 1,20,000. അപ്പോ നമുക്ക് മൊത്തത്തിൽ 3 ലാക്ക് വരും. ആൻസർ ഞാൻ എന്താ പറഞ്ഞേ, P&L ആഡ് ചെയ്യണേനെ ബാലൻസ് ഷീറ്റിൽ മൈനസ് ചെയ്യണം. ചില കുട്ടികൾ എന്ത് ചെയ്യുന്നറിയോ, ഈ 3 ലാക്കിനെ എടുത്ത് മൈനസ് ചെയ്യും. അല്ല, നമ്മൾ എന്തിനാണോ ആഡ് ചെയ്തത്, 1,20,000, 1,20,000നെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, മൈനസ് ചെയ്ത് കാണിക്കേണ്ടത്. അപ്പൊ ലെസ് ന്യൂ ബാഡ് ഡെപ്റ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ 1,20,000നെ 25 ലാക്കിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യണം, കുറയ്ക്കണം. ഞാൻ പ്രോബ്ലം ചെയ്യുമ്പോൾ തന്നെ എൻ്റെ ഒപ്പം നിങ്ങളും എന്ത് ചെയ്യുക, പ്രോബ്ലം ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. എന്നാലേ നിങ്ങൾക്കും അതിന്റെ ഒരു ക്ലാരിറ്റി കിട്ടുള്ളൂ. ഓക്കെ, നമുക്കൊന്ന് നോക്കാം. 25 ലാക്ക് മൈനസ് 1,20,000 എന്ന് ചെയ്യുമ്പോൾ 23,80,000 ആണ് പ്രസന്റ് വാല്യൂ ഓഫ് ഡെപ്റ്റർ. ഇപ്പത്തെ ഡെപ്റ്ററുടെ വില 23,80,000. ഞാൻ എന്താ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്, ഇപ്പത്തെ ഡെപ്റ്ററുടെ വില എത്രയാണോ അതിന്ന് വേണം നമ്മൾ എപ്പോഴും പ്രൊവിഷൻ കണ്ടുപിടിക്കാൻ. അപ്പൊ 23,80,000 വേണം നമ്മൾ പ്രൊവിഷൻ കണ്ടുപിടിക്കാൻ. നമുക്കൊന്ന് നോക്കാം. ക്ലോസിംഗ് കണ്ടോ, ക്ലോസിംഗ് പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ് റിക്വയർഡ് 10%, 10%. അതിന്റെ താഴെ എന്തോ ഉണ്ടല്ലോ, ക്ലോസിംഗ് പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെപ്റ്റേഴ്സ് അറ്റ് 5%. അടുത്ത കൺഫ്യൂഷൻ വരുന്നത് കുട്ടികൾക്ക്, ചില കുട്ടികൾ എന്താ ചോദിക്കാന്നറിയോ, ഈ ക്ലോസിംഗ് പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ് റിക്വയർഡ് ആണോ നമ്മൾ ആദ്യം കാണേണ്ടത്, അതോ പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെപ്റ്റർ ആണോ ആദ്യം കാണേണ്ടത്? ആൻസർ ഇസ് വെരി ക്ലിയർ. പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെപ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടേ പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെപ്റ്റേഴ്സ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, ചോദ്യത്തിൽ ഇവിടെ പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ് ആദ്യം തന്നത് കൊണ്ടാണ് നമ്മൾ ആദ്യം ചെയ്യണമെന്നല്ല ഞാൻ പറഞ്ഞത്. എപ്പോഴും പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെപ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടേ പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെപ്റ്റേഴ്സ് കണ്ടുപിടിക്കാൻ പാടുള്ളൂ. അത് ഏത് ചോദ്യമാണെങ്കിലും അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പൊ പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ് 10%. നിങ്ങൾക്കറിയാം ഇപ്പത്തെ ഡെപ്റ്ററുടെ വില എന്ന് പറയുന്നത് 23 ലാക്ക് എത്രയുണ്ട്, 80,000 ഉണ്ട്. ഈ 23 ലാക്ക് 80,000ന്റെ 10% എന്ന് പറഞ്ഞാൽ എത്ര വരും, 2,38,000 വരും. ആ 2,38,000നെ ആഡ് ന്യൂ പ്രൊവിഷൻ എന്ന് പറഞ്ഞിട്ട് 2,38,000 നമ്മൾ ആഡ് ചെയ്ത് കാണിക്കണം. അതേ 2,38,000നെ ലെസ് ന്യൂ പ്രൊവിഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ 2,38,000നെ കയ്യോടെ ബാലൻസ് ഷീറ്റിൽ എന്ത് ചെയ്യണം, ലെസ് ചെയ്ത് കാണിക്കണം. നമ്മൾ 23,80,000 എന്നാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് 10%. ആ കണ്ടുപിടിച്ച എമൗണ്ട് തന്നെ ആ എമൗണ്ടിനെ മൈനസും ചെയ്യണം, നമ്മൾ മറക്കരുത് കേട്ടോ. അപ്പൊ 23,80,000 23,80,000 2,38,000 മൈനസ് ചെയ്താൽ നമുക്ക് ഇപ്പത്തെ പ്രസന്റ് വാല്യൂ ഓഫ് ഡെപ്റ്റേഴ്സ് എന്ന് പറയുന്നത് 21,42,000 ആണ് വന്ന് നിൽക്കുന്നത്. അപ്പൊ ഇപ്പത്തെ ഡെപ്റ്ററുടെ വില എന്ന് പറയുന്നത് 21,42,000. ഇനി എന്തെങ്കിലും പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യാൻ ചോദ്യത്തിൽ പറഞ്ഞാൽ
21,42,000 വേണം നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ. അതിന് മുന്നേ നമ്മൾ ആഡ് ചെയ്യാതെ വെച്ചിരിക്കുന്ന P&L അക്കൗണ്ട് ഒന്ന് ആഡ് ചെയ്യണം നമുക്ക്, അല്ലെ? 3 ലക്ഷം പ്ലസ് 2,38,000 എത്ര വരും? 5,38,000. കയ്യോടെ മറക്കാതിരിക്കാൻ ഓൾഡ് പ്രൊവിഷന് നമുക്ക് എന്ത് ചെയ്യാം? മൈനസും ചെയ്യാം. ഇവിടെ ഓൾഡ് പ്രൊവിഷൻ എത്രയുണ്ട്? 1,45,000. അപ്പൊ ലെസ് ഓൾഡ് പ്രൊവിഷൻ. ഞാൻ പറഞ്ഞത് ഈ ഓൾഡ് പ്രൊവിഷന് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ക്രെഡിറ്റ് സൈഡും കാണിക്കാം കേട്ടോ. അപ്പൊ 1,45,000 മൈനസ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ 5,38,000 നിന്നും നമുക്ക് 5,38,000 നിന്നും 1,45,000 മൈനസ് ചെയ്താൽ നമുക്ക് ശരിക്കും പ്രൊവിഷൻ ആയിട്ട് ഈ വർഷം ആവശ്യമുള്ളത് 3,93,000 ആണ്. അതവിടെ ഇരിക്കട്ടെ. ഇനി ഇപ്പത്തെ ഡെപ്റ്ററുടെ വില എത്രയുണ്ട്? 21,42,000. ചോദ്യം കഴിഞ്ഞോ? കഴിഞ്ഞിട്ടില്ല. ഒരു കാര്യം കൂടി നമുക്ക് ചെയ്യാനില്ലേ? ഓക്കെ, നമുക്ക് നോക്കാം. ക്ലോസിംഗ് പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെപ്റ്റേഴ്സ് അറ്റ് 5%. നമ്മൾ പൊതുവെ ഡെപ്റ്റേഴ്സിന് ഡിസ്കൗണ്ട് കൊടുക്കും. നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് നഷ്ടമാണ്, അല്ലെ? നമുക്ക് യഥാർത്ഥത്തിൽ കിട്ടേണ്ട എമൗണ്ടിനെക്കാളും നമ്മൾ കുറഞ്ഞ നമ്മൾ വാങ്ങിക്കണത്. അപ്പോൾ നമ്മളൊരു ബിസിനസ്സുകാരൻ കൂടിയാണ്. അപ്പൊ നമ്മൾ ഇതിനടക്കം പ്രൊവിഷൻ മാറ്റി വെക്കണം. അപ്പോ ഡെപ്റ്റേഴ്സിൽ പ്രൊവിഷൻ ഡിസ്കൗണ്ടിന് വേണ്ടി മാറ്റി വെക്കേണ്ടത് എത്രയാ? 5%. ഇപ്പത്തെ ഡെപ്റ്ററുടെ വില എന്ന് പറയുന്നത് എത്രയാ? 21,42,000. ആ 21,42,000 അല്ലെ? 21,42,000ന്റെ 5% എന്ന് പറയുമ്പോൾ 1,07,100. 1,07,100 ഇതാണ് നമ്മുടെ പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെപ്റ്റർ. പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെപ്റ്റർ. ഇത് ചുമ്മാ P&L അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡ് അങ്ങനെ എഴുതി വെച്ചാൽ മതി. കാരണം നമുക്ക് ഡിസ്കൗണ്ട് അലൗഡ് ഈ ചോദ്യത്തിൽ തന്നിട്ടില്ല, ഇൻസഫിഷ്യന്റ് ഡീറ്റെയിൽ ആണ്. ഇനി ഡിസ്കൗണ്ട് അലൗഡ് ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ഡിസ്കൗണ്ട് അലൗഡിന്റെ കൂടി ഈ പ്രൊവിഷൻ ആഡ് ചെയ്ത് കാണിച്ചാൽ മതി. ദാറ്റ്സ് ഫൈൻ. എന്നിട്ട് ഇതിനെന്തെങ്കിലും ഓൾഡ് പ്രൊവിഷൻ ഉണ്ടെങ്കിൽ ആ ഓൾഡ് പ്രൊവിഷനെ മൈനസ് ചെയ്യുക, അങ്ങനെയും ചെയ്യാം. അപ്പൊ ന്യൂ പ്രൊവിഷൻ എപ്പോഴും ആഡ് ചെയ്യും, പഴയ പ്രൊവിഷൻ എപ്പോഴും എന്ത് ചെയ്യും? മൈനസ് ചെയ്യും. ന്യൂ പ്രൊവിഷൻ എവിടെ നിന്ന് കിട്ടും? ട്രയൽ ബാലൻസിന്റെ പുറത്തുനിന്ന്. പഴയ പ്രൊവിഷൻ എവിടെ നിന്ന് കിട്ടും? ട്രയൽ ബാലൻസിന്റെ ഉള്ളിൽ നിന്ന്. മാത്രമല്ല ഈ 21,42,000 പിന്നെയും നമ്മളൊരു പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്തില്ലേ? നമ്മൾ എപ്പോഴൊക്കെ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യുന്നോ ആ ക്രിയേറ്റ് ചെയ്യുന്ന പ്രൊവിഷനൊക്കെ നമ്മൾ ബാലൻസ് ഷീറ്റിൽ മൈനസും ചെയ്യണം. ചുരുക്കം പറഞ്ഞാൽ ന്യൂ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ബാലൻസ് ഷീറ്റിൽ മൈനസ് ചെയ്തിരിക്കണം, ഡെപ്റ്ററുടെയും പ്രൊവിഷന്റെയും കാര്യത്തില്. ബാക്കിയുള്ള ഡീറ്റെയിൽസിന്റെ കാര്യം അല്ല പറയണത് കേട്ടോ. അപ്പൊ ലെസ് ന്യൂ പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെപ്റ്റർ. ഡിസ്കൗണ്ട് ഓൺ ഡെപ്റ്റർ എന്ന് പറഞ്ഞിട്ട് 1,07,100 എന്ന് പറഞ്ഞ് നമ്മൾ മൈനസ് ചെയ്യും. അപ്പൊ 21,42,000 എന്ന് 1,07,100 മൈനസ് ചെയ്ത ഇപ്പത്തെ ഡെപ്റ്ററുടെ വില 20,34,900. വെരി ഈസി. ഇനി എന്തെങ്കിലും പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ ഈ 20,34,900 വേണം നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ. അപ്പൊ എപ്പോഴും ഈ 4 സ്റ്റെപ്പ് ആലോചിച്ചാൽ മതി. ഓൾഡ് ബാഡ് ഡെറ്റ്, ആഡ് ന്യൂ ബാഡ് ഡെറ്റ്, ആഡ് ന്യൂ പ്രൊവിഷൻ, ലെസ് ഓൾഡ് പ്രൊവിഷൻ. ഓൾഡ് പ്രൊവിഷൻ ലെസ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ക്രെഡിറ്റ് സൈഡ് കാണിക്കാം, അത് നിങ്ങളുടെ ഇഷ്ടം. എളുപ്പമല്ലേ? അപ്പൊ ഇങ്ങനത്തെ കൂടുതൽ വീഡിയോസ് അറിയാനും കൂടുതൽ ഇൻഫർമേഷൻ അറിയാനും സബ്സ്ക്രൈബ് ടു എൻട്രി കോമേഴ്സ്.